ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വീഡിയോയിൽ എവിടെയൊക്കെ കൊടുക്കാം, ഒരു വീഡിയോയുടെ ക്ലിപ്പ് കൊടുക്കാം, ആ ഒരു സംഭവം ചെയ്യാനായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ടിലിൻ്റെ അകത്ത്, ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്ത് ഒരു ചെറിയൊരു തേങ്ങ എങ്ങനെയാണ് കയറ്റുന്നതെന്ന്, തേങ്ങ പൊട്ടിക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇല്ലാതെ തന്നെ എങ്ങനെയാണ് തേങ്ങ അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നതെന്നാണ്. ചെറിയൊരു ഉടായ്പ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാടൊന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഉടായ്പ എന്ന് പറഞ്ഞാൽ ഉടായ്പ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാടൊന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയി കണ്ടാലും മതി. ഇത് കാണണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. ഉടായ്പാണ്, അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ടാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറ്റാനായിട്ട് ഈ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത്. ഇത് കേടാട്ടോ, സംഭവം കേടാണ്. തേങ്ങ ഇല്ല, ഇതിൻ്റെ ചിരട്ട മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഒരു സാധനം ഇല്ലാത്ത ഒരു കേട് തേങ്ങയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചില്ലുകുപ്പി, ആ ചില്ലുകുപ്പി 3 കഷ്ണമായിട്ടാണ് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 3 കഷ്ണവും നമ്മൾ എടുത്തിട്ടുണ്ട്, 3 പീസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉടായ്പ പരിപാടിയാണ്. ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ കയറ്റി വെക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അതേപോലെ അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ചതിന് ശേഷം ആഴ്ചയുടെ മുകളിലായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒട്ടിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ചെറിയൊരു അടവ്, ഒരു പൊട്ടിയ അടയാളം ഒട്ടിച്ച് കഴിഞ്ഞാലും ചെറിയ രീതിയിൽ കാണും. അത് എന്തായാലും ഉണ്ടാവും, കാരണം നമ്മൾ പൊട്ടിച്ച് ആ സമയത്ത് തന്നെ ഒട്ടിക്കുകയാണെങ്കിൽ വലിയ അടയാളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. അല്ലാതെ നമ്മൾ പൊട്ടിച്ചിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായാലും അടയാളം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫെവിക്വിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പശയാക്കിയതിന് ശേഷം അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇത്രയും വൈകാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മളൊരു തേങ്ങ എങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അത് പൊട്ടിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് വെച്ചു. ചെറിയൊരു ഗ്യാപ്പ് അല്ല, ഒരു ചെറിയൊരു വര അവിടെ കാണുന്നുണ്ട്, പൊട്ടിയ അടയാളം കാണുന്നുണ്ട്. നിങ്ങൾ പൊട്ടിച്ച് അപ്പം തന്നെ ഒട്ടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ പശയാക്കിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അത് അറിയാനൊന്നും സാധിക്കില്ല. പിന്നെ പൊട്ടിച്ച് കറക്റ്റ് അതേ രൂപത്തിൽ തന്നെ ഒട്ടിക്കണം കേട്ടോ. എങ്ങനെ പോന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതേ രൂപത്തിൽ തന്നെ ഒട്ടിക്കണം. ഇനി നമ്മൾ അവിടെയും ഫെവിക്വിക്ക് നല്ല രീതിയിൽ ഫെവിക്വിക്ക് ആക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടി അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒട്ടി കിട്ടത്തുള്ളൂ. അതിന് നല്ല രീതിയിൽ പശയാക്കിയതിന് ശേഷം ഇനി ഏറ്റവും മുകളിലുള്ള ആ ഒരു പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ മുകൾ വശം പൊട്ടിക്കുന്നതിന് പകരം അടിവശത്താണ് പൊട്ടിച്ചതെന്ന് വെച്ചാൽ ഇത്രത്തോളം അറിയാനായിട്ട് സാധിക്കില്ല, ആ ഒരു പൊട്ടിച്ച ഭാഗം തീരെ അറിയില്ല. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുന്ന സമയത്ത് അടിയിൽ പൊട്ടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടിഭാഗത്ത് പൊട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല അവിടെ ഒരു പൊട്ടലുള്ളതൊന്നും. തേങ്ങ ഇതിൻ്റെ ഉള്ളിലുള്ള പോലെ തോന്നും. നമ്മൾ പൊട്ടിച്ച് അപ്പം തന്നെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ആളൊക്കെ പറ്റിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തേങ്ങ ഒരു കുപ്പി അകത്താക്കുന്ന ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പോയിട്ട് പങ്കെടുക്കുക, മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് ഒരു തേങ്ങ കയറ്റി, ഇത് സംഭവം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഉടായ്പ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ആ ഒരു പൊട്ടിച്ച സ്ഥലത്ത് എങ്ങനെയാണ് അത്രയും ഒരു വര വരുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ഗ്ലാസ് പൊട്ടിച്ച സമയത്ത് തന്നെ അപ്പം തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു വര കാണുന്നില്ല. അപ്പോൾ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത്, അതിന് ശേഷം പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് ഒരാഴ്ചത്തോളം കഴിഞ്ഞിട്ട്, ഒരാഴ്ചയിലേറെ സമയം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ വർക്ക് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് അപ്പം തന്നെ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടിയ ഭാഗം പെട്ടെന്ന് അറിയാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ അതേ ഗ്ലാസ് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതേപോലെ വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ വര അവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആഴ്ച കഴിഞ്ഞുകൊണ്ടാണ്, ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പൊട്ടിച്ച ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റായിട്ട് കാണുന്നില്ല, എന്തായാലും ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിട്ട് ഇന്നാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുപ്പി പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് സാധനം കയറ്റുക, എന്നിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഉടായ്പ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഗിവ് അവേയിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ ഗുഡ് ബൈ.